ഫ്യൂവൽ കൺസപ്ഷൻ ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ലെങ്ത്ത് നമ്മൾ ഓടിക്കുന്ന തോറും വീഡിയോയുടെ ലെങ്ത്ത് കൂടും. വണ്ടി വളരെ ഈസി ആയിട്ട് കയറി പോന്നു. കാരണം നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞത് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല. ഭയങ്കര നമുക്ക് ഏത് കോറിയിൽ ധൈര്യമായിട്ട്, ഏത് കൊണ്ടുപോറിയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇറക്കാം. ധൈര്യമായിട്ട് വണ്ടിയായിട്ട് പോകുമ്പോൾ കയറിപ്പോരുന്നുള്ള എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി അടുത്തുള്ളൊരു കോറിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഏഷ്യർ ട്രക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ നമ്മളെ കൂടെ ഏഷ്യറിൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ബാക്കിൽ കിടക്കുന്ന ഈ വണ്ടിയാണ് നമ്മുടെ താര കേട്ടോ. അന്നത്തെ വീഡിയോ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ താരം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഏഷ്യറിന്റെ ഒരു ഓഫീസർ കൂടി ഉണ്ട് കേട്ടോ. എന്താ പേര്? നമസ്കാരം, എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ PSN ഓട്ടോമൊബൈൽസിൽ സെയിൽസിൽ വർക്കുന്ന സീനിയർ സെയിൽസ് ഓഫീസറാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം നമ്മുടെ വോൾവോ ഐഷറിൻ്റെ 2.5 യൂണിറ്റ് ടിപ്പറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പുതിയ മോഡൽ വരുന്നത് 2110 XP ടിപ്പർ. ഇത് 2.5 യൂണിറ്റാണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? ഇത് എത്ര ടണ്ണ് വണ്ടിയാണ്? ഏത് സീരീസിൽ വരുന്ന വണ്ടിയാണ്? ഇത് നമ്മൾ 2.5 യൂണിറ്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഈ വാഹനം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതേ കാറ്റഗറിയിൽ നമ്മൾ ഒരുപാട് വാഹനം നിരത്തിലുണ്ട്. എങ്കിലും നമ്മുടെ ഈ വണ്ടി നമ്മൾ 2.5 യൂണിറ്റ് നല്ല പെർഫോമൻസ് ആണ് ഈ വണ്ടി കാഴ്ചവെക്കുന്നത്. ഇതിന് നമ്മൾ 160 HP പവറാണ് വരുന്നത്. E494 എന്ന് പറഞ്ഞ എഞ്ചിനാണ് ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 8.4 16 ടയർ സൈസ് വരുന്നത്. അതെ അതെ, എഞ്ചിൻ പവർ വരുന്നത് 160 HP പവറാണ്. 500 Nm ടോർക്കാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ 2 മീറ്റർ ക്യാബിനാണ്. ഡ്രൈവർമാർക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഈസി കംഫർട്ട് ക്യാബിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതെ, ന്യൂ മോഡലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഇതിപ്പോൾ DRL ലൈറ്റ്, ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ്, മ്യൂസിക് സിസ്റ്റം. പിന്നെ വേറെന്താ സ്പെഷ്യാലിറ്റീസ്? പിന്നെ നമുക്കിതിൽ M-Boost പ്ലസ് ടെക്നോളജി പറഞ്ഞത് നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ മൈലേജ് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ കിട്ടും. ഡീസൽ സേവിങ് നടക്കുന്നുണ്ട്. ഇതിൽ എക്കോ മോഡ്, എക്കോ പ്ലസ് മോഡ്, പവർ മോഡ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കോറികളിലൊക്കെ കയറ്റി കൊണ്ടുപോയി തീർച്ചയായിട്ടും. അതപ്പോൾ ചില ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ പവർ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കാലിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എക്കോ മോഡ് അല്ലെങ്കിൽ എക്കോ പ്ലസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് കാലി വണ്ടിയാണെങ്കിൽ എക്കോ പ്ലസും, പകുതി ലോഡാണെങ്കിൽ എക്കോ മോഡുമാണ് നമുക്ക് ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ആ ഡ്രൈവർമാർക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓടിക്കുന്ന കംഫർട്ടുകൾ മാറ്റം വരുന്നുണ്ട്. ആ ഡീസലിൽ നമുക്ക് സേവിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാഹനം നമ്മൾ പെരുമ്പിലാവ് ഗ്രാൻഡ് ടെക് എന്ന് പറഞ്ഞ ക്രഷറിലേക്കാണ് നമ്മൾ 2 വണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട് വണ്ടി കൊടുത്തിട്ട്. ഞാൻ നമ്മളെ വണ്ടി ഓടിക്കുന്ന ആളെ പരിചയപ്പെടുത്താം. ചേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടൊക്കെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്, നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഒരു മറ്റുള്ള വണ്ടി ഓടിക്കുന്ന പോലല്ല, നമുക്ക് ഒന്നുകൂടി നല്ല ഒരു ഇതുണ്ട്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. കയറ്റങ്ങളൊക്കെ നമുക്കൊരു ടെൻഷനില്ല. മറ്റേ കയറ്റം കയറുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെയാണ്. പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ നമുക്ക് നല്ല ധൈര്യമാണ് വണ്ടി കയറി പോകുന്നുള്ളത്. പാലക്കാട് ജില്ലയിൽ ചൂരക്കോട് നിന്ന് ഞങ്ങൾ കല്ലെടുക്കാറുണ്ട്. പക്ഷേ അത് എന്താണെന്ന് പെട്ടെന്ന് വണ്ടി മുന്നിൽ പോകുന്ന വണ്ടിയൊക്കെ ട്രാക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി വഴിയിൽ നിന്നു. പക്ഷേ എന്നിട്ട് മുന്നിലൊരു വണ്ടി ഓടിയിട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞാനാണ് എന്നെ കൊണ്ട് അടുപ്പിച്ചത്. ഈ വണ്ടി വളരെ ഈസി ആയിട്ട് കയറി പോന്നു. കാരണം നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞത് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല. ഭയങ്കര സുഖമായിട്ട് 6 മാസം കൊണ്ട് നമുക്ക് മറ്റൊരു വണ്ടി ഓടിച്ചിട്ട്, ഞാൻ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും നല്ല സുഖമുണ്ട് ഓടി. അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈലിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെയാണ് ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ. പിന്നെ സൈഡ് ഞങ്ങൾ കൊടുക്കുന്നത് ഏഷ്യൻ ലോഗോ. അതെ,
ബൂസ്റ്റർ ടെക്നോളജി അല്ലേ? മൈലേജ് അതെ 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 ഞാൻ പറഞ്ഞ മൈലേജിനൊക്കെ ബൂസ്റ്റർ ടെക്നോളജിയാണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത്. ഓക്കെ 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 സൈസ് സെറ്റൊക്കെ ചെയ്തിട്ടാണ് സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എത്ര ഇത് വരുന്നത് ബാറ്ററി? 12 വാട്ട്. ഒരു ബാറ്ററിയോ? പിന്നെ ഡെഫിന്റെ ടാങ്ക് എത്ര സൈസൊക്കെ വരുന്നത്? 27 ലിറ്റർ ഡെഫിന്റെ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ 190. ഇത് 100ൻ്റെ 100ആണ് കേട്ടോ ഡീസൽ ഇതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ സൈസ് ഒക്കെ നേരത്തെ പറഞ്ഞു. പിന്നെ സസ്പെൻഷൻ ലീഫൊക്കെ എന്താണ് ഇതിൽ വന്നിട്ടുള്ളത്? ഇലക്ട്രിക്കൽ ലീഫ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. പുറകെ അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ലോഡ് എടുക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ പുറകിലേക്ക് ഇതുപോലെയുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? മോശമില്ല. ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെ ബോഡി ഇത് ശരിക്ക് നല്ല സ്ട്രോങ് ബോഡിയാണല്ലേ? ഇത് എന്ത് മെറ്റീരിയലാവും അല്ലേ? ശരിക്കും നല്ല സ്ട്രോങ് ബോഡിയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ എക്സോസ്റ്റിൻ്റെ മറ്റേത് ഇതിൻ്റെ ഇതല്ലേ? എയറിൻ്റെ അല്ലേ? ഓക്കെ ഓക്കെ എയറിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഫിൽറ്റർ എയർ ക്ലീനർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വണ്ടിയുടെ ഓവറോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് വേണ്ട ഇന്ത്യയിൽ ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ച് കാട്ടിത്തരാം. ഇന്ത്യയിൽ കയറിയാലേ ഈ നമ്മൾ കയറി നിൽക്കട്ടെ. കയറിയിരുന്നു പറഞ്ഞോളൂ. ഓക്കെ ക്ലസ്റ്റർ ഓൺ ചെയ്തു കണ്ടില്ലേ? ക്ലസ്റ്റർ ഓൺ ചെയ്തപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ആഡ് ബ്ലൂവിൻ്റെ കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് എൻ്റെ ഫ്ലോവറാണല്ലേ? ഓക്കെ ഫ്ലോവറാണ്. പിന്നെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇതാണ് ഇതിൻ്റെ എക്കോ മോഡ് പവർ മോഡ് ബട്ടൺസ് ഒക്കെ വരുന്നത്. എക്കോ മോഡ് എക്കോ പ്ലസ് മോഡുകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇൻഹിബിറ്റിന്റെ ഒരു സ്വിച്ച് തോന്നുന്നു. ഡാഷ്ബോർഡ് വളരെ ഫിനിഷിംഗോടുകൂടിയാണ് ഡാഷ്ബോർഡ്. ഓക്കെ 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 ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ്. അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ്. ഓക്കെ ഓക്കെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇന്റീരിയറൊക്കെ. പിന്നെ 5+1 ആണ് മാനുവൽ ട്രാൻസ്മിഷൻ. ഹൈബ്രിഡ് ആണ്. ഓക്കെ ഓക്കെ നല്ല അടിപൊളി. ഗിയറും പൊസിഷനൊക്കെ നല്ലതാണ്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ അറിയാം. പിന്നെ ഇൻറ്റീരിയറൊക്കെ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പാണ് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഇതുപോലെയുള്ള ഓട്ടങ്ങളാണല്ലോ കൂടുതൽ എടുക്കുന്നത്. ഡാഷൊക്കെ കണ്ടില്ല ഇങ്ങനെയാണ്. പിന്നെ അവിടെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ ബോർഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓവറോൾ അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ബാക്കിലൊരു റിയർ ഗ്ലാസ് ഒരു ബാക്ക് പോർഷൻ കാണാം. പിന്നെ ഒരു സീറ്റ് ഒരു ലോങ് സീറ്റ് അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. 2+1 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരിക. 2+1 അല്ലേ? 2+1 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ ഡോറിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇങ്ങനെയാണ് ഡോറിൻ്റെ ഒരു ഭാഗം വരുന്നത്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റീറിംഗ് വീല് ഇങ്ങനെയാണ് ഏഷ്യൻ്റെ ഒരു ടിപ്പിക്കലായിട്ട് സ്റ്റീറിംഗ് വീല് അതിൻ്റെ ഹോൾസിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ മറ്റേതൊക്കെ നമ്മൾ സ്ഥിരം പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എടുത്ത് പറയുന്നില്ല മാത്രം. അപ്പോൾ എന്നാൽ വണ്ടി ഇനി ലോഡ് കയറ്റി വരുന്ന ഒരു വിഷ്വലൂടെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ലോഡ് എടുത്തിട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് വരട്ടെ. എന്തായാലും നമുക്കൊന്ന് കാണാം. നമ്മുടെ വണ്ടി ഇതാ വരുന്ന ലോഡ് എടുത്തിട്ട് കോറിയിൽ നമുക്ക് വിഷലെടുക്കാൻ പറ്റില്ല. ഫുൾ ലോഡായിട്ടാണ് കേട്ടോ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? കല്ലാണ് ലോഡ്. അതുപോലെ ഈ വണ്ടിയിൽ ക്ലസ്റ്ററിലൊരു ഗ്രീൻ ബ്ലൂ റെഡ് അല്ലേ, 3 ഇൻഡിക്കേഷൻസ് വരുന്നില്ലേ? അപ്പോൾ അത് ശരിക്ക് നമ്മുടെ ഗ്രീൻ ആണെങ്കിൽ സേഫ് ആണ് അല്ലേ? മൈലേജ് കിട്ടും. ബ്ലൂ ആണെങ്കിൽ ആവറേജ്, റെഡ് ആണെങ്കിൽ ഭയങ്കര കുറച്ച് കെയർ ചെയ്ത് ഓടിക്കണം എന്നല്ലേ? അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. AC ഓപ്ഷനിലാണ് ഏറ്റവും നമുക്ക് അല്ലേ? അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇത് കാണാല്ലേ? അപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോവല്ലേ എന്നാ? അപ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ലോഡ് എടുത്തിട്ടാണ് നമ്മൾ ആ എക്സ്പീരിയൻസിന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇവിടെയാണ് ഇതിൻ്റെ
സെക്കൻഡിലേക്ക് ഇട്ടു നമ്മൾ. വണ്ടി എന്താ എനിക്ക് തോന്നിയത് വളരെ സിമ്പിളായിട്ട് അനായാസം കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ തോന്നിയത്. നമുക്കൊരു കോൺഫിഡൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ റോഡ് ഇങ്ങനത്തെ റോഡാണ് നമുക്ക് വരുന്നത്, കണ്ടില്ലേ? ഇത് 4ാമത്തെ ഗിയറിലാണ് പോണത്. എന്നിട്ട് പോലും വണ്ടി നല്ല സിമ്പിളായിട്ട് വലിച്ച് കയറുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് നല്ലൊരു കോൺഫിഡൻസ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എടുത്ത് പറയേണ്ടത്. ഞാനത് അധികം ലെങ്ത് ആകണില്ല. നമ്മുടെ വീഡിയോ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലെങ്ത് കൂടുമ്പോഴേ ഭയങ്കര സീനായി. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോളൂ. കണ്ടില്ലേ? ചെറിയൊരു കയറ്റം പോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ ഫുൾ ഗിയറിലേക്ക് ഇട്ടു കേട്ടോ. നോക്കിയേ, എന്നാലും വണ്ടി സിമ്പിളായിട്ട് പോകുന്നുണ്ട്, നീങ്ങുന്നുണ്ട്. ബ്രേക്കിംഗ് ആണ് കേട്ടോ നോക്കണേ. ബ്രേക്കിംഗ് ലോഡ് വെച്ചിട്ട് ബ്രേക്കിംഗ് നമുക്ക് കുഴപ്പമില്ല. അതാ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. കണ്ടില്ലേ? കണ്ടാ? കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ലോഡാണ് നമ്മൾ അത് ആലോചിക്കണമല്ലോ. നമ്മൾ ലോഡ് എടുത്തിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇതിൽ പിന്നെ അറിയാമല്ലോ, ഇതിൽ നമുക്ക് ലോഡ് കണക്ക് കറക്റ്റായിട്ടൊന്നും ഇതിൽ നമ്മൾ കറക്റ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ല ഫ്യൂവൽ കൺസപ്ഷനൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ലെങ്ത്ത് നമ്മൾ ഓടിക്കുന്ന തോറും വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഏഷ്യർ ഒരു പൗഡർ ഭാരത് ബെൻസ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ബ്രേക്കിംഗ് ചെയ്യാണ്. കുഴപ്പമില്ല കേട്ടോ. ബ്രേക്കിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എന്ത് വണ്ടിയാണ്, ഹെവിയാണ്, അത് ലോഡാണ് എന്നുള്ളൊരു ആ ഒരു സംഭവത്തിൽ ഓടിച്ചാൽ മതി. അത്ര തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക, നല്ല ഒതുക്കമുള്ളൊരു വണ്ടി, നല്ല സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, ഓടിക്കാൻ പറ്റുന്നുണ്ട്. കോൺഫിഡൻസ് തോന്നും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അതാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഹെവി ലോഡ് എടുത്തിട്ട് തന്നെ കോറിയെന്ന് നമ്മൾ ഓടിച്ച് നോക്കാമെന്ന് വെക്കാൻ കാരണം കേട്ടോ. മേടത്തൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബെൻഡൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല ഇങ്ങനത്തെ വളവ് വരില്ലേ, അപ്പോഴാണ് ശരിക്ക് നമുക്കിത് ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ഒരു പവറൊക്കെ ശരിക്കും മനസ്സിലാവുക കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ വണ്ടി ഓടിച്ചു ഒക്കെ കാര്യം കഴിഞ്ഞു. ലെങ്ത് കൂടുക, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ബെൻഡ് കഴിഞ്ഞ് നമുക്ക് വണ്ടി ഒന്ന് നിർത്തും. അപ്പം എന്തായാലും നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇവിടെ പോന്നു. ഇത് നല്ല അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ അത്, കണ്ടില്ലേ? ഞാൻ അങ്ങനെ കുറച്ച് കാല് കൊടുക്കണില്ല. അത് അത്യാവശ്യം നല്ലൊരു കയറ്റമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് ഓഫായി, അതാണ്. അപ്പോൾ വണ്ടി നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അധികം ദൂരം ഒന്നും ഓടിക്കണില്ല. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മുടെ ഓണറുടെ കൂടിയും ആ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ആളുടെ കൂടെ അഭിപ്രായം എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കുറച്ച് കയറ്റി നിർത്താം. ഇവിടെ വണ്ടി നിർത്തുന്ന സ്ഥലമില്ല. അപ്പോൾ അതുകൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയ ലോറി നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ, നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നമ്മൾ സാധാരണ വൈൻഡപ്പ് ആണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈൻഡപ്പ് ചെയ്യണില്ല. ഞാൻ ഇതിൻ്റെ ഓണർ ഒന്നുകൂടി പിടിക്കാം. നമ്മുടെ ഓണറുടെ കൂടിയും ഹാൻഡ് ബ്രേക്ക് എടുത്തേ, ഓണറുടെ കൂടിയും അവർക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് കൂടി നമുക്ക് അറിഞ്ഞിട്ട് വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, ഒരു വലിയൊരു കയറ്റം ഉണ്ട് കേട്ടോ. ഈ ഒരു കയറ്റം എനിക്ക് കയറ്റി കാണിച്ചു തരാം. അത്യാവശ്യം വലിയൊരു കയറ്റമാണ് കേട്ടോ. നോക്കിയേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കയറ്റമാണ്. ഈ കയറ്റം ലോഡ് വെച്ചിട്ട് വണ്ടി എങ്ങനെ കയറണമെന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ടോ, അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കയറ്റാണ്. ഈ കയറ്റാണ് കയറി വരുന്നത്.
ഗംഭീര കയറ്റത് സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് ലോഡ് വെച്ചിട്ട്. കയറി കഴിഞ്ഞു. ഇത് നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കയറി വരുന്ന കാഴ്ച. ഇത് നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ്, അതാണ് ഇപ്പോൾ കയറി വരണേ. ഇവരുടെ റോ മെറ്റീരിയൽസിനുള്ള സ്ഥലമാണ് അതല്ലേ. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്? നമുക്ക് ആ ലോഡ് കൂടി ഒന്ന് തട്ടുന്നത് കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നമ്മളെ ഈ വണ്ടിയുടെ ഡ്രൈവർ ചേട്ടൻ ഇതാണ് കേട്ടോ. ചേട്ടന്റെ പേരെന്താ? രാജേഷ്. വീട് എവിടെയാ? കറുകുത്തൂരാണല്ലേ. ഓക്കെ. അപ്പൊ ഇദ്ദേഹമാണ് ഈ വണ്ടി ഓടിക്കണേ കേട്ടോ. അപ്പൊ 2 വണ്ടി ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പൊ ഇതാണ് ഇദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ സാരഥി. പിന്നെ മറ്റേ വണ്ടി ഓടിക്കണ ഇദ്ദേഹമാണ്. അപ്പോൾ നമുക്കിനി എന്താണെന്ന് വെച്ചാൽ 2 ഡ്രൈവർമാരും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ മാനേജറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അവരുടെ അഭിപ്രായം കൂടി അറിയാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു മൂപ്പര് പറഞ്ഞേ, നമ്മൾ മറ്റേ വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ ഡ്രൈവറെ നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു ഡ്രൈവറെ നമ്മൾ ഈ ചേട്ടനെ കിട്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിക്കും എന്ത് ആ വണ്ടിയെക്കാട്ട് കുറച്ചും പവർ ഉണ്ടെന്നോ. ഒന്ന് സെയിം ആണ് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് ഒരു പവർ തോന്നിച്ചു എന്നാണ് പറഞ്ഞത്. മറ്റുള്ള വണ്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഡ്വാനൊക്കെ ചിലവ് കുറവുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഏത് കോറിയിൽ ധൈര്യമായിട്ട്, ഏത് കുണ്ടുകോറിയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇറക്കാം. ധൈര്യമായിട്ട് വണ്ടിയായിട്ട് പോകുമ്പോൾ കയറിപ്പോരുന്നുള്ളൊരു വിശ്വാസം വണ്ടിയുടെ ഒരു വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ധൈര്യമായിട്ട് പോവാം അല്ലേ? ഓക്കെ. അപ്പോൾ പോസിറ്റീവാണ് അല്ലേ? പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വണ്ടി ഉഷാറാണ്. ധൈര്യമായിട്ട് പോവാം. നമുക്ക് ഏത് കോറിയിൽ വേണമെങ്കിലും ധൈര്യമായിട്ട് ഇറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കിതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് അദ്ദേഹത്തിന് തന്നെ ചോദിച്ചറിയാം. എങ്ങനെ? ഞാൻ 10 കൊല്ലം ഇപ്പോൾ സ്ഥാപനത്തിലുണ്ട്. പക്ഷേ എൻ്റെ പേര് ലത്തീഫ്, എറണാകുളം. അപ്പൊ ഞാനിവിടെ ഇതിപ്പോ പെരുമ്പിലാവ്, ഒറ്റപ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ എയ്ച്ചർ എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, 1-2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കയറ്റം, ഇതിന് വലിയ കയറ്റമായിരുന്നു. ആ നമുക്ക് കയറ്റം നേരത്തെ എടുത്താലേ അതിനെക്കാട്ടും നല്ല, എന്നെക്കാട്ടും ഹൈറ്റ് പൊക്കത്ത് കയറ്റം ഉണ്ടായതാണ്. ആ വണ്ടിയെ കയറ്റം വലിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പിന്നെ എയ്ച്ചർ ഞാൻ എടുക്കാൻ തീരുമാനിച്ച. പക്ഷെ ഇപ്പൊ ഞാൻ 280 വണ്ടിക്കളവുണ്ട്. അത് സോളിങ് വെച്ച് കയറി പോണ്ട. കയറ്റം ഒന്ന് കുറച്ചിട്ടുണ്ട്, എന്നാലും കയറ്റം ലോഡ് കയറി പോകുന്നുണ്ട്. ഇതിപ്പോ 2.5 പിന്നെ റീപ്പറും ഉണ്ട്. അപ്പൊ 280 അളവ് വരുന്നുണ്ട് വണ്ടിക്ക്. അത് ബോൾഡർ അല്ല, സോളിങ് കയറി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ബോൾഡർ 3 മിനിറ്റ് വെച്ച് തീർച്ചയായിട്ടും കയറി പോകും. വണ്ടി കയറി പോകും. വണ്ടി പതിച്ചിലൊന്നുമില്ല, ഇതുവരെ നിന്നിട്ടൊന്നുമില്ല. കുഴപ്പമില്ല എന്നാലും പറഞ്ഞു. അവര് സർവീസ് കഴിഞ്ഞില്ലല്ലോ. പിന്നെ മൈലേജിന്റെ കേസ് ഇപ്പൊ പറയാൻ പറ്റില്ല, സർവീസ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുന്നോളം കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എസിയുടെ കേസൊന്നും നിങ്ങൾ സെറ്റ് ചെയ്ത് തന്ന കുഴപ്പമില്ല, ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു വിഷയങ്ങള് കമ്പനി എസി വരുന്നില്ല. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി നല്ല ഇത് തന്നെ. നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. സോ മച്ച്. അത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ വന്നതല്ലേ. ഓക്കെ, ശരി ശരി. താങ്ക് യു സോ മച്ച്. ഓക്കെ.
അപ്പോൾ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഏഷ്യറിൻ്റെ സ്വന്തം ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ ആൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോറിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ എവിടെ നമ്മൾ വന്നത്? ഗ്രാൻഡ് ടെക്കിൽ. നിൽക്കുന്നത് ഒറ്റപ്ലാവ് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. അതിലേക്കും തൽക്കാലം ബൈ, നമസ്കാരം.